നമസ്കാരം. മലയാള സിനിമാ ലോകത്ത് മാറ്റിവെക്കാൻ കഴിയാത്ത രണ്ട് താരങ്ങളാണ് മമ്മൂട്ടി, മോഹൻലാലും. ഇപ്പോഴിതാ ഈ താരങ്ങളെക്കുറിച്ച് സിനിമാ അനുഭവം പങ്കുവെക്കുകയാണ് നടി ശ്വേതാ മേനോൻ. അഭിനയിക്കുമ്പോൾ കൂടെയുള്ള താരങ്ങളെ വളരെ കംഫർട്ടാക്കി നിർത്തുന്നവരാണ് ഇവരെന്നും മുതിർന്ന താരങ്ങളെന്ന രീതിയിൽ ഒരിക്കൽ പോലും ഇരുവരും പെരുമാറിയിട്ടില്ലെന്നും ശ്വേത പറയുന്നു. മമ്മൂട്ടിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് നന്നായി അറിയാം. വളരെ കംഫർട്ടാക്കും നമ്മളെ. അദ്ദേഹം ഒരു സീനിയറാണ്. നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന മട്ടിലൊന്നും പെരുമാറില്ല. പാലേരി മാണിക്യത്തിൽ ഒരു സീനുണ്ട്. ചീരു എന്ന എൻ്റെ കഥാപാത്രത്തെ മമ്മൂക്കയുടെ കഥാപാത്രം ആദ്യമായി കാണുന്ന രംഗം. അതിൽ അദ്ദേഹം കാല് പൊന്തിച്ചിട്ട് എൻ്റെ ബ്ലൗസിന്റെ ഹുക്ക് പൊട്ടിക്കുന്നതാണ്. ഈ സീൻ മമ്മൂക്ക ചെയ്യുമോ എന്ന ആശങ്ക രഞ്ജിത്തേട്ടനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മമ്മൂക്ക വരുന്നതിന് മുൻപ് ആ സീനിന്റെ ക്ലോസപ്പും ഫീലിംഗും എക്സ്പ്രഷനും ഒക്കെ എടുത്തു. അതോടെ മമ്മൂക്ക വരുമ്പോൾ ഞാൻ വെറുതെ നിന്നാ മതി, ആ കാല് പൊന്തിക്കുന്ന ഷോട്ട് കിട്ടിയാൽ ആ സീൻ കഴിഞ്ഞു. മമ്മൂക്ക വന്നിരുന്നു, സീനിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്വേത ഒറ്റ വലി ഉണ്ടാകും കേട്ടോ. ഇങ്ങനെയാണ് പറഞ്ഞത്. അത് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. ഇതോടെ എക്സ്പ്രഷൻ കൊടുത്ത സീനൊക്കെ മാറ്റിവെച്ച് ഫുൾ സീൻ തന്നെ എടുത്തു. മമ്മൂക്ക തന്നെ അത് ചെയ്തു. അതേസമയം അനശ്വരത്തിലെ മമ്മൂക്കയല്ല പാലേരി മാണിക്യത്തിലെ മമ്മൂക്ക. ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു മനുഷ്യനെന്ന നിലയ്ക്കും അദ്ദേഹം ഒരുപാട് വളർന്നിട്ടുണ്ട്. അദ്ദേഹം വളരെയധികം ബ്ലെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ ജനറേഷന്റെ കൂടെയും അദ്ദേഹം ബ്ലെൻഡ് ആകും. ഞാൻ ഭരതന്റെ കൂടെയും അടൂർ ബാലകൃഷ്ണന്റെ കൂടെയും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ല അദ്ദേഹം. ഈ സമയത്ത് എന്താണ് ആവശ്യം അത് അദ്ദേഹം ചെയ്യും. ഇത് അദ്ദേഹം ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അതാണ് മമ്മൂക്ക. ലാലേട്ടന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്ക് വളരെ അധികം സ്വാതന്ത്ര്യം തരും. ഭക്ഷണപ്രിയനാണ് അദ്ദേഹം. ഭക്ഷണം ഉണ്ടാക്കിയും ഓർഡർ ചെയ്തും തിന്നും തീറ്റിപ്പിച്ചും ഒക്കെ പോകും. മമ്മൂക്ക ഭക്ഷണം കഴിക്കുമെങ്കിലും ആഴ്ചയിൽ ഒന്നായിരിക്കും. എന്നാൽ ലാലേട്ടൻ അങ്ങനെയല്ല. ഞാൻ ഒരു തവണ ലണ്ടനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സെറ്റിൽ ലാലേട്ടനും ഗീതുവും മനോജേട്ടനും ഉണ്ട്. മനോജേട്ടനും ഗീതുവും വർക്കില്ല. ആ സിനിമയിൽ ഞാൻ ലാലേട്ടന്റെ ഭാര്യയാണ്. അന്ന് സീൻ പ്രകാരം എനിക്ക് ഷൂട്ടില്ല. എന്നാൽ എന്തെങ്കിലും വന്നാലോ എന്ന് കരുതി നിൽക്കുകയാണ്. ആ സമയത്ത് ഗീതുവും മനോജും വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളൊന്ന് ഷോപ്പിംഗ് പോയി വരാമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. എനിക്കാണെങ്കിൽ സീനുമില്ല. അവർ പോവുകയും ചെയ്തു. ഞാൻ ലാലേട്ടനോട് ഇത് പറഞ്ഞു. അദ്ദേഹം നേരെ പോയി ഡയറക്ടറോട് ചോദിച്ചു, ശ്വേതയ്ക്കിന് സീനൊന്നുമില്ലേ, അവർ പൊയ്ക്കോട്ടെ എന്ന്. അത്തരത്തിൽ നമ്മളെ കംഫർട്ടാക്കുന്ന ആളാണ്. സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു ലൈഫുണ്ട്, അത് പ്രധാനമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ടേക്ക് കഴിഞ്ഞ് ഓക്കെ ആയാൽ അത് പാസ്സാണ്. ഇതാണ് നടി പറയുന്നത്. എന്തൊക്കെയായാലും ശ്വേതയുടെ ഈ വാക്കുകൾ മമ്മൂട്ടി, മോഹൻലാൽ ആരാധകർക്ക് ഹരം കൊള്ളിക്കുന്നതാണ്.